الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أيها الناس، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പുണ്യരായ നമ്മുടെ ഉസ്താദുമാരുടെ പാത പിന്തുടരാൻ ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാന്യരും ആദരണീയരും, കേരളക്കരയിലെ ആയിരക്കണക്കിന് വരുന്ന ഉലമാക്കളുടെ പോലും ആത്മീയതയുടെ അവസാന വാക്കായ വന്യരായ അതിരാമ്പട്ടണ ഉസ്താദ് ഈ വിനീതനടക്കം ദക്ഷിണ കേരളത്തിൻ്റെ വിശാലമായ പണ്ഡിത സഭയുടെ അനുഗ്രഹീത സമാദരണീയ ചോദ്യം ചെയ്യപ്പെടാത്ത അനിഷേധ്യ അധ്യക്ഷൻ വന്യരായ ശൈഖുന KP ഉസ്താദ്, പ്രിയപ്പെട്ട ഉസ്താദ് മുസ്തഫ ഹസരത്ത്, സുലൈമാൻ ഉസ്താദ്, വന്യരായ അഹമ്മദ് ഉസ്താദ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരായി കാണുന്ന ബഷീർ ഉസ്താദ്, അബ്ദുറഹ്മാൻ ഉസ്താദ്, ഷംസുദ്ദീൻ ഉസ്താദ്, മറ്റേ മഹനീയ വേദിയിലും സദസ്സിലുമായി സംഗമിച്ച ഉലമാക്കൾ, പിതാക്കൾ, സഹോദരങ്ങൾ, ഈ പരിശുദ്ധ മജ്ലിസിലേക്ക് ഇന്നലെ വരണമെന്ന് ആഗ്രഹിച്ചു. അതേപോലെ തന്നെ വരാമെന്ന് വാക്കും കൊടുത്തു. പക്ഷേ ഇന്നായിരുന്നു അതിന് വിധിക്കപ്പെട്ടത്. ഞാൻ ഇന്നാണെന്ന് കരുതി, പക്ഷെ ഇന്നലെ വരേണ്ടതായിരുന്നു. അതിൻ്റെ പേരിൽ ഇന്ന് നേരത്തെ ശംസുദ്ദീൻ ഉസ്താദ് വിളിക്കുമ്പോൾ ആകെ വിഷമവും തോന്നി. ഇന്നലെ വരാൻ പറ്റിയില്ലല്ലോ, കാരണം എൻ്റെ നിന്ന് വന്ന ഒരു പിഴവാണ്. പക്ഷെ ആ പിഴവ് ഇവിടെ വന്ന് നോക്കുമ്പോൾ വലിയ സന്തോഷമായിട്ട് തോന്നി. കാരണം ശൈഖുന അതിരാമ്പട്ടണം ഉസ്താദ് ഇവിടെ ഉണ്ട്. അവരെ കൈപിടിക്കാനൊരു അവസരം അള്ളാഹു ഈ മജ്ലിസിൽ തന്നല്ലോ. അള്ളാഹു ഈ ഉലമാക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അവരുടെ ശിക്ഷണങ്ങളിലായി പരിശുദ്ധ ദീനിൻ്റെ ഖിദ്മത്ത് എടുക്കാനുള്ള ഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. റബീഉൽ അവ്വൽ പിറക്കാൻ ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രം ബാക്കി. അതല്ലെങ്കിൽ നാളത്തെ ഒരു പകല് കൂടി ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടി വരും. ഇവിടെ ഏറ്റവും അഭികാമ്യം നമ്മുടെ റൂഹിയായ പിതാവ് ഓമനമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകീർത്തിക്കപ്പെടൽ തന്നെയാണ്. ശബ്ദമില്ലാത്ത ഭാഷയിൽ ഈ അന്തരീക്ഷവും ഈ മജ്ലിസുമൊക്കെ വിളിച്ചോതുന്നതും അതാണ്. നബിയില്ലാതെ ഒരു വിജയമില്ല, നബിയില്ലാതെ ഒരു അഭയമില്ല, നബിയില്ലാതെ വിശുദ്ധമായ സ്വർഗത്തിൻ്റെ അനന്തമായ അനുഭൂതികളെ ഒരൊറ്റ അള്ളാഹുവിൻ്റെ അടിമയും കൊതിക്കണ്ട. ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിശുദ്ധ ഖുർആനാകുന്ന നമ്മുടെ മാർഗദർശനത്തിൻ്റെ ഭരണഘടനയിലൂടെ പഠിപ്പിക്കുമ്പോൾ ആ നബിത്തങ്ങൾക്ക് വിധേയപ്പെടാതെ ഒരു തരവുമില്ല. ആ നബിക്ക് എതിരായി വന്നാൽ നരകമായിരിക്കും അതിൻ്റെ തിക്തഫലം, അതിൻ്റെ ദണ്ഡനം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വമൻ യുശാഖിഖിർ റസൂൽ, അല്ലാഹുവിൻ്റെ മുത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെങ്കിലും എതിര് കാണിച്ചാൽ, എപ്പോ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ,
സന്മാർഗത്തിന്റെ സൽപാന്താവിന്റെ മധുര വെളിച്ചം അവന് വ്യക്തമാക്കി നൽകപ്പെട്ടതിന് ശേഷം ആ സൽപാന്താവിന്റെ അനുഗ്രഹീത നടുത്തളത്തിലൂടെ സഞ്ചരിക്കാറുള്ള മഹാഭാഗ്യം അവന് നൽകപ്പെട്ടതിന് ശേഷം ഈ പ്രവാചകനോട് ആരെങ്കിലും എതിരിട്ട് നിന്നാൽ സത്യവിശ്വാസികളുടെ സൽസരണികളെ പിൻപറ്റാതിരിക്കുകയും ചെയ്താൽ, പാരമ്പര്യം സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം. മുതഅല്ലിമീങ്ങളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സുന്ദരമായ സബീലുൽ മുഅ്മിനീനെ നമുക്ക് വരച്ചു തന്ന നമ്മുടെ ആത്മീയ ഗുരുക്കന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ അവർക്ക് സുന്ദരമായി അത് പഠിപ്പിച്ചു കൊടുത്ത അവരുടെ മുൻഗാമികളായ ഉസ്താദുമാരുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുരുമുഖങ്ങൾ. അതാണ് സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സുന്ദരമായ പാരമ്പര്യം. ആ പാരമ്പര്യം മടിവെച്ച് പടവ് തീർത്ത് സഞ്ചരിച്ച് മേലോട്ട് പോയാൽ അത് അവസാനം ചെന്നു ചേരുന്ന കേന്ദ്രബിന്ദു സയ്യിദുനാ റസൂലുള്ളാഹി. ഈ മുഅ്മിനീങ്ങളുടെ സുന്ദരമായ പാത, ഈ പാത ആരെങ്കിലും പിന്തുടരാതെ മാറുകയും ചെയ്താൽ, വിശുദ്ധ ഖുർആൻ സാർവത്രികവും സാർവലൗകികവും സാർവജനീനവുമാണെന്ന് പറയുന്നത് പോലെ 2024 അഭിനവ മക്കളുടെ മുമ്പിൽ ഏറ്റവും പ്രസക്തമാണ് ഈ ആയത്ത്. കാരണം ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ഈ വിശാല ചിന്താഗതികളുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മുടെ യുവത വന്നപ്പോ എല്ലാ മതങ്ങളിലും നന്മകളുടെ ആശയങ്ങളുണ്ടല്ലോ. എല്ലാ മതങ്ങളിലും ഒരേ പോയിന്റുകളിലേക്ക് എത്തുന്ന ഒരുപാട് ചിന്തകളുണ്ടല്ലോ, വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ എല്ലാ മതവും ഒന്ന് തന്നെ, എല്ലാ മതവും പഠിപ്പിക്കുന്ന ചൈതന്യം അല്ലാതെ, അപ്പൊ എല്ലാ ദൈവം തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും ഒന്നാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് നമ്മുടെ സമുദായത്തിന്റെ മക്കളിൽ നിന്ന് അഭ്യസ്തവിദ്യരെന്ന് വിലയിരുത്തപ്പെടുന്ന, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ സ്വയം പ്രാപ്തരെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരുപാട് യുവതകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇല്ലാന്ന് പറയില്ല. ചിലപ്പം നരകം പറയും എല്ലാ മതങ്ങളും, സ്വർഗം പറയുന്നുണ്ട് എല്ലാ മതങ്ങളും, പാരത്രിക ലോകം പറയുന്നുണ്ട് എല്ലാ മതങ്ങളും. തിന്മ ചെയ്തവന്റെ ശിക്ഷയായി നരകം കിട്ടും, നന്മ ചെയ്തവന് സ്വർഗം കിട്ടും, എല്ലാ മതങ്ങളും പറയുന്നുണ്ടാകാം. കാരണം ഇത് വിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നുണ്ട്. സംസ്കൃത സമ്പന്നമായ ഒരു വലിയ ജനപദങ്ങളിലേക്കും ഒരൊറ്റ മുന്നറിയിപ്പുകാരും വരാതെ കടന്നു പോയിട്ടില്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ. അപ്പൊ ആ പ്രവാചകന്മാര് മുൻകഴിഞ്ഞ തലമുറകളിലേക്ക് വരാതെ ഒരു സമുദായവും ഒരു സമൂഹവും ഇവിടെ കടന്നു പോയിട്ടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ, ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട സുന്ദരമായ ബോധനങ്ങളിലൂടെ നൽകപ്പെട്ട മുന്നറിയിപ്പുകൾ ഇപ്പോഴും ബാക്കിയാക്കപ്പെട്ട ഒരുപാട് മതങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ മതങ്ങൾക്കൊക്കെയും വ്യതിയാനം സംഭവിച്ചു പോയി, വ്യക്തമായ പിഴവുകളിലേക്ക് വീണുപോയി. തബ്ദീലുൽ ഹലാലി ബിൽ ഹറാം വതബ്ദീലുൽ ഹറാമി ബിൽ ഹലാൽ. അങ്ങനെ ഹറാമുകളും ഹലാലുകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ മതത്തിന്റെ മാർഗദർശനത്തിന്റെ മാർഗരേഖകളിൽ നിന്ന് അവരൊക്കെയും തള്ളപ്പെട്ടു പോയി. ആ തള്ളപ്പെടാത്ത ഒരേ ഒരു മതം, ഒരേ ഒരു വഴി, ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അജയ്യമായി എന്നും അന്നും ഇന്നും ഇനി നാളെയും നിലകൊള്ളുന്ന ഒരേ ഒരു മതം നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഇസ്ലാം മതത്തിന്റെ സൽപാന്താവാണ്. അതാണ് സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം. ആ മാർഗം പഠിക്കണമെങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അക്ഷരങ്ങളുടെ പ്രേമ പ്രമുക്തതയിൽ പിടിച്ചു കെട്ടപ്പോയി തലമുറ അക്ഷരങ്ങളെയാണ് സ്നേഹിക്കുന്നത്. ഈ അക്ഷരങ്ങൾക്കപ്പുറമുള്ള മനുഷ്യനിലേക്ക് എത്താൻ അധുനാതന മനുഷ്യന് കഴിയുന്നില്ല. അവിടെയാണ് പിഴച്ചത്. പുസ്തകങ്ങൾ അവൻ വായിക്കും, സോഷ്യൽ മീഡിയയിൽ അവൻ കാണും. ആ അക്ഷരങ്ങളെ കേട്ടിട്ടോ കണ്ടിട്ടോ വായിച്ചിട്ടോ അവിടെ അവൻ തളച്ചിടുകയാണ് അവന്റെ ബുദ്ധിയെ. അവിടെ അവൻ തളച്ചിട്ടാൽ അവൻ പരാജയപ്പെടുകയോ, അവന് എത്തേണ്ടടുത്ത് എത്താൻ കഴിയില്ല. ആ എഴുതപ്പെട്ട പോയിന്റിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്തിടത്തോളം കഴിയില്ല. അവിടെയാണ് സബീലുൽ മുഅ്മിനീൻ. ഉദാഹരണത്തിന് ഒരു ഉസ്താദ് കുട്ടിയോട് ശിഷ്യനോട് നാളെ, ഇന്ന് പകർത്തി എഴുതിയില്ല, അപ്പൊ നാളെ നീ ഇങ്ങനെ തന്നെ വന്നാൽ
നാളെ നീ ഇങ്ങനെ തന്നെ വരണം എന്ന് ഉസ്താദ് പറയും. ഉസ്താദ് കുട്ടിയോട് ഇത് പറയുമ്പോൾ, മുത്താലിമിനോട് ഇത് പറയുമ്പോൾ ആ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഉസ്താദിന്റെ കണ്ണുമൊക്കെ ഒരു 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 ക്രൗര്യതയിലെത്തുന്ന, ഒരു തീക്ഷ്ണതയിലെത്തുന്ന, ഒരു വടിയെടുക്കുന്ന, ഒരു ഒരു കലിപുണ്ട് അല്ലെങ്കിൽ ദേഷ്യം വന്ന് ഒരു അച്ചടക്കം പഠിപ്പിക്കുന്ന ശൈലിയിൽ ശിഷ്യനോട് പറയും, നാളെ നീ ഇങ്ങനെ തന്നെ വരണം എന്ന് പറയണം. ഈ പറയുന്ന വാക്കിനെ നമ്മളൊരു ബോർഡിൽ എഴുതിയാൽ ആ ബോർഡ് വായിക്കുന്ന ഒരാൾക്ക് അവിടെ മാത്രം ഒരാൾ നിന്നാൽ ആ വായിക്കുന്ന ആൾ വായിക്കും, നാളെയും നീ ഇങ്ങനെ തന്നെ വരിക. അപ്പൊ ഉസ്താദ് പറഞ്ഞതിന്റെ ആശയം ഇന്ന് പകർത്തി എഴുതിയില്ല, അപ്പൊ നാളെയും നീ ഇങ്ങനെ തന്നെ, ഇന്ന് നീ പഠിച്ചിട്ടില്ല, നാളെയും നീ ഇങ്ങനെ തന്നെ. ഇതാണ് ഈ വാക്കുകളിലും അക്ഷരങ്ങളിലും വായനകളിലും മാത്രം തളം കെട്ടി നിൽക്കുന്നവർ പോകുന്ന പരാജയങ്ങളുടെ വഴികൾ. അതേ സമയത്ത് അവിടെ ആ ഉസ്താദ് അതല്ല പറഞ്ഞത് എന്ന് അറിയണമെങ്കിൽ അവിടുത്തെ സന്ദർഭം അറിയണം, അവിടുത്തെ പശ്ചാത്തലം അറിയണം. അതറിയാനുള്ള മാർഗം ഒന്നിരിക്കൽ ഈ ഉസ്താദിനെ അറിയണം, അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളെ അറിയണം, അല്ലെങ്കിൽ അവർ ആ സന്ദർഭം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ പഠിച്ചവരിൽ നിന്ന് പഠിക്കണം. ഇതേ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള മാർഗമുള്ളൂ, വേറൊരു മാർഗമില്ല. ഇതേപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കേ സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗം. ആ മാർഗം പിന്തുടർന്നാലേ നബിത്തങ്ങൾ ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, വിശുദ്ധ ഖുർആന്റെ ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് വ്യക്തമായി അറിയാൻ ഈ പാരമ്പര്യത്തിന്റെ മാർഗം അല്ലാതെ മറ്റൊരു മാർഗമില്ല. അവിടെ വിശുദ്ധ ഖുർആൻ പറയേ, വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മറ്റൊന്നിനെ ഒരാളെ പിന്തുടരുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവൻ സ്വയം വലിയവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അതേ വഴിയിൽ തന്നെ നമ്മൾ അവനെ തെളിച്ചുകൊണ്ടിരിക്കും, അവനെ നമ്മൾ കൊണ്ടുപോകും. പക്ഷേ ഈ ചെയ്യുന്നതിന്റെ വലിയ പരാജയത്തിന്റെ തിക്തഫലം വനുസ്ലിഹി ജഹന്നമ, അവനെ നമ്മൾ നരകത്തിലേക്ക് വലിച്ചു തള്ളുന്നു. വസാഅത് മസീറാ, നരകം എത്ര മോശമായ സംഗീതം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇവിടെ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഒരു മനുഷ്യന് വിജയിക്കാൻ. അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ മറ്റു എന്തുമാകട്ടെ, ഒരാൾക്ക് വിജയിക്കണോ അള്ളാഹുവിലേക്ക് എത്തണം, അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്തണം. അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്താൻ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ ഒരൊറ്റ വഴിയുള്ളൂ, അതാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇദ് ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില في حاله وفعاله ومقاله وتتبعن وتابعا لا تعدلا. നബിയെ പിൻപറ്റാതെ ഒരു വഴിയില്ല, ഒരു മാർഗമില്ല അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ, വിജയത്തിലേക്ക് ചെന്നെത്താൻ. ആ നബിയിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതമല്ലേ, ഒരു വാക്ക് മതി ഒരാളുടെ ഹൃദയത്തിന്റെ കുഫ്രിയത്തിന്റെ തമസ്സിന്റെ ഇരുളുകൾ മുറിഞ്ഞു മാറാൻ. ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഉഷസ് പോലെ പ്രകാശിതമാകാൻ ഒരു ചിരി മതി, ഒരുപാട് വേളൊന്നും വേണ്ട, ഒരു സാമീപ്യം മതി, ഒരു തലോടൽ മതി, വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് ഓതിയാ മതി. ഇവിടെയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളയാൾ മുഹമ്മദായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് അതിനോളം വെറുപ്പ് വേറെ ആരോടും ഇല്ലായിരുന്നു, ഇത്ര വെറുപ്പ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിൽ എവിടെയെങ്കിലും മുഹമ്മദ് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഞാൻ അവിടെ നിന്ന് മാറിക്കളയും. മുൻവിധിയുണ്ട് എനിക്ക്, അത്ര വെറുപ്പാണ് എൻ്റെ മനസ്സിന്റെ ഉള്ളറയിൽ ഈ മുഹമ്മദിനെ സംബന്ധിച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരിക്കൽ ഞാൻ മുഹമ്മദ് നബിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു. എപ്പോ പെട്ടു? ഞാൻ മുഹമ്മദിന്റെ മുമ്പിൽ ഒന്ന് കുടിഞ്ഞു നോക്കുമ്പോ മുഹമ്മദ് നബി നിസ്കരിക്കേ, ഞാൻ നിസ്കാരം ഇങ്ങനെ കേട്ടു നോക്കുമ്പോ അല്ലാഹുവിന്റെ മുത്തുനബി നിസ്കാരത്തിലെ സൂറത്ത് ഓതുന്നു. മുത്തുനബി ഓതാൻ തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ
المنصور والبيت المعمور والسقف المرفوع والبحر المسجور إن عذاب ربك لواقع. ജുബൈർ ബിൻ മുത്ഇം എന്ന അല്ലാഹുവിന്റെ മുത്തനബിയെയും പരിശുദ്ധ ദീനിനെയും അതുവരെ വെറുപ്പോടുകൂടി മാത്രം സമീപിച്ചിരുന്ന മനുഷ്യൻ പറയേ, ഈ മുഹമ്മദ് നബിയുടെ ശറഫാക്കപ്പെട്ട ചെഞ്ചുണ്ടുകളിൽ നിന്ന് ഈ ചെറിയ 7 ആയത്തിന്റെ കണ്ടങ്ങളൊന്ന് സ്ഫുരിച്ചതോടുകൂടി എന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിലെ പരിവർത്തനം നടക്കുന്നു. ഹിദായത്തിന്റെ വെള്ളി വെളിച്ചത്തിന്റെ വിപ്ലവം എന്റെ തലച്ചോറിൽ പോലും മലയടിക്കുന്നു. കുറ്റബോധം കൊണ്ട് എന്റെ കൽബ് ഭാരമായി മാറുന്നു. ആ ഭാരം എന്റെ കണ്ണുകളിലൂടെ അലിഞ്ഞിറങ്ങുന്നു. അവസാനം സമാധാനം നഷ്ടപ്പെട്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് മുഖമടച്ചു വീണുപോയി ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ചു, അസ്ലംതു വാമന്തു അസ്ലംതു വാമന്തു. എന്നെ ഒന്ന് മുസ്ലിമാക്കി തരുമോ? എനിക്കൊന്ന് ഈമാൻ ചൊല്ലി തരുമോ? ഹിദായത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുമോ? ആ ഓമന നേതാവിന്റെ ഓരത്ത് കിടന്ന് നിലവിളിച്ചുകൊണ്ട് എന്റെ കൈപ്പത്തികൾ എടുത്ത് എന്റെ തലയിലടിക്കാൻ തുടങ്ങി. ഒത്തിരി നിസ്കാരം പെട്ടെന്ന് പൂർത്തീകരിച്ചു, എന്നെ പിടിച്ചെഴുന്നേപ്പിച്ചു. അവിടുന്ന് ചൊല്ലി തന്നപ്പോ ആ പരിശുദ്ധ മുഖത്ത് നോക്കി ഞാൻ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ അത്ഭുതം നടത്താൻ ലോകത്ത് മറ്റാർക്കാ കഴിയുക? ആർക്കാ കഴിഞ്ഞിട്ടുള്ളത്? ഇനി ആർക്കാ കഴിയുക? ഇത് കേവലം ഒരു ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു മാത്രമല്ലല്ലോ, എത്രയോ സുമാമത്ത് ബിൻ ആസാ, യമാമയുടെ ഭരണാധികാരി, കിട്ടുന്ന സമയം മുഴുവനെയും നബിയെയും സ്വഹാബത്തിനെയും ഉപദ്രവിക്കാൻ എത്ര കഴിയുമോ അത്രത്തോളം ശ്രമിച്ച വ്യക്തി. ഈ വിവരങ്ങളൊക്കെ നബിയുടെ മുമ്പിൽ എത്തുന്നു എന്ന് സുമാമയ്ക്ക് അറിയായിരുന്നു. അവസാനം സ്വഹാബത്ത് വരിഞ്ഞു കെട്ടി കീഴ്പ്പെടുത്തി നബിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. സുമാമയ്ക്ക് അറിയാം എന്റെ തലവെട്ടും, കാരണം അതിനു മാത്രം ഞാൻ മുഹമ്മദ് നബിയെ ആക്ഷേപിച്ചിട്ടുണ്ട്, അതിന് മാത്രം മുഹമ്മദ് നബിയെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്, അനുയായികളെയും തളർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ തലവെട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി വലിഞ്ഞു കെട്ടപ്പെട്ട തരത്തിൽ മുഹമ്മദ് നബിയെ പ്രതീക്ഷിച്ചിരിക്കെ ആരും അങ്ങനെയല്ലേ ചിന്തിക്കുക. കാരണം വർഷങ്ങളായി ഞാൻ എത്രത്തോളം ഉപദ്രവിച്ചു, അപ്പോൾ അത് തന്നെ എനിക്ക് പ്രതികാരമായിട്ട് ഉണ്ടാകും. അതിനു വേണ്ടി തന്നെ മാനസികമായിട്ട് തയ്യാറാവേണം. പേടിയുണ്ടെങ്കിലും തയ്യാറാവാതെ ബലയില്ലല്ലോ. നബിത്തങ്ങൾ കടന്നു വരെ പ്രതീക്ഷിച്ചു. എൻ്റെ സമയം എത്തി. എൻ്റെ കഴുത്ത് വെട്ടും, എൻ്റെ ഉടലിൽ നിന്ന് എൻ്റെ ശിരസ് എൻ്റെ കാൽപാദങ്ങളിലേക്ക് തെറിച്ചു വീഴും. ആ ഒരു പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ഉമാമയുടെ മനസ്സിൻ്റെ അടിത്തട്ട് പോലും തകർത്ത് കളയുന്ന തരത്തിലുള്ള സ്നേഹം സ്ഫുരിക്കുന്ന വാക്കുകളോടുകൂടി, ആത്മാർത്ഥതയുടെ മാനസികമായ തലോടലോടുകൂടി ചേർത്തിപ്പിടിക്കുകയായിരുന്നു. മനുഷ്യനോടുള്ള പെരുമാറ്റത്തിന്റെ ധർമ്മമെന്തെന്ന് ലോകത്തെ മനുഷ്യ മക്കളെ പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹി. കേവലം നിമിഷങ്ങൾ. അതിന് വലിയ വാഴ്ന്നു വേണ്ടി വന്നില്ല, അതിന് വലിയ വർഷങ്ങൾ വേണ്ടി വന്നില്ല, അതിനൊരുപാട് ത്യാഗങ്ങൾ വേണ്ടി. മുത്തുനബി ഒരുപാട് ത്യാഗം ചെയ്തു. പക്ഷെ ആ ചെറിയ നിമിഷങ്ങൾ മതിയായിരുന്നു ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഈമാന്റെ വെളിച്ചം സൃഷ്ടിച്ച് നൽകാൻ, പകർന്നു നൽകാൻ. അത് ആർക്കാ ലോകത്തിന് സാധ്യമാവുക? ആർക്കും സാധ്യമല്ല ലോകത്ത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പെരുമാറ്റം. സുമാമയോട് മുഹമ്മദ് നബി എന്ത് പ്രവർത്തിക്കുമെന്നറിയുമോ? സുമാമ മറുപടി വന്നു. അല്ലാഹുവിന്റെ മുത്തുനബി ചോദിച്ചു, ഇവര് നിന്നെ ഉപദ്രവിച്ചോ? ഇവര് നിനക്ക് ഭക്ഷണം തന്നോ? ഒക്കെ ചോദിച്ചു. അവസാനം പറഞ്ഞു, കെട്ടഴിച്ചു വിടാൻ പറഞ്ഞു. സുമാമയെ കെട്ടഴിച്ചു വിട്ടു. അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, സുമാമയ്ക്ക് ഇഷ്ടമുള്ള വഴി തേടി പോകാം. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ ആ പറച്ചിലിന്റെ മുമ്പിൽ, തന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ വിശാലത ഇതാണെങ്കിൽ, ഈ വിശാലത മുഹമ്മദിന് എവിടെ നിന്ന് കിട്ടി? അറിയാനുള്ള ത്രാണി, അറിയാനുള്ള വ്യഗ്രത. മദീന പള്ളിയുടെ ഓരത്ത് പോയി കുളിച്ചു വൃത്തിയായി.
നബിയുടെ മുമ്പിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്ക് യമാമയുടെ ഭരണാധികാരിയുടെ കണ്ണൊടുകാൻ തുടങ്ങി. മദീനയുടെ വരണ്ടുണങ്ങിയ മണ്ണ് ദാഹം തീരുവോളം കരയുകയാണ്. ആ പരിശുദ്ധ മുഖത്തേക്ക് നോക്കുന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് മുത്തുനബിയോട് ചോദിച്ചു, റസൂലുള്ളാഹ്, ഈ സുന്ദരമായ സ്നേഹപ്രപഞ്ചത്തിന്റെ കരവലയത്തിൽ നിന്ന് ഈ സുമാമ പിന്നെ എങ്ങോട്ടാ പോകേണ്ടത് നബിയെ? എവിടേക്കും സുമാമയ്ക്ക് പോകാനില്ല. ഈ സുന്ദരമായ സ്നേഹവലയത്തിൽ നിന്ന്, ഈ അനുഗ്രഹീതമായ പകൽ വെളിച്ചം പോലെ പുലർന്നു കിടക്കുന്ന ഈ സത്യധർമ്മത്തിന്റെ സൽപീതിയിൽ നിന്നിട്ട് ഈ സുമാമയ്ക്ക് ഇനി എങ്ങോട്ട് പോകാനാ നബിയെ? ഈ സുമാമയ്ക്ക് ഇനിയൊരു അഭയമില്ല, ഇനിയൊരു യാത്രയില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി. പൊട്ടിക്കരഞ്ഞ് വിശ്വസിക്കാൻ സമയം ഇത്രേ വേണ്ടിയെന്നുള്ളൂ. ഹസൻ നബിയോട് ചോദിച്ചു, എനിക്കൊരു വാഹനം കിട്ടോ? എനിക്കൊരു വാഹനം കിട്ടോ? മക്കേ പോണം, ഉംറ ചെയ്യണം, തവാഫ് ചെയ്യണം. വാഹനം കൊടുത്തു. നേരെ കൊണ്ടുപോയി തവാഫിന് പോയി. ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ സുമാമ കേൾക്കുന്ന തരത്തിൽ മക്കക്കാര് നബിത്തങ്ങൾ ആക്ഷേപിക്കെ. മക്കയിലെ ഖുറൈശികളായ അന്നത്തെ കുഫാറുകൾ നബിയെ ആക്ഷേപിക്കെ. ഈ ആക്ഷേപിക്കുന്നത് കേട്ടിട്ട് അവരോട് പറഞ്ഞു, യമാമയിൽ നിന്നാണ് മക്കക്കാർക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് മെയിൻ ഭക്ഷണമാകുന്ന ഗോതമ്പ് ധാന്യങ്ങളെ ഈ യമാമയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ യമാമയുടെ അധികാരിയായ തുമാമ പറയേ, ഇന്നു മുതൽ മക്കക്കാർക്ക് യമാമയിൽ നിന്നിട്ട് ഭക്ഷണം കിട്ടൂല, ഗോതമ്പിന്റെ വിത്ത് കിട്ടൂല, ധാന്യം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, നിങ്ങൾക്ക് തരൂല. ഇത് യമാമയുടെ ഭരണാധികാരി പറയും. എന്തേ കാരണം എന്നറിയോ? നിങ്ങൾ ഈ ആക്ഷേപിക്കുന്നത് എന്റെ ഹബീബിനെയാണ്. ആ ജീവിതങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ പുറത്തു നിന്ന് ആക്ഷേപിച്ചിട്ടേ ഉള്ളൂ. ആ മുഹമ്മദ് നബിയെ നിങ്ങൾ കണ്ടിട്ടില്ല. ആ മുഹമ്മദ് നബിയുടെ സുന്ദര ജീവിതം നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞു കണ്ടിട്ടില്ല. ആ മുഹമ്മദ് നബിയാകുന്ന എന്റെ പ്രിയപ്പെട്ട നേതാവിനെ ആക്ഷേപിക്കുന്ന മക്കക്കാരെ, ഇനി നിങ്ങൾക്ക് ഭക്ഷണമില്ല. യമാമയിൽ നിന്നുള്ള ഭക്ഷണധാന്യം നിങ്ങൾ കൊതിക്കണ്ട പറഞ്ഞിട്ട് പോയി. നബിയെ ആക്ഷേപിക്കുന്ന മക്കക്കാർക്കും അഭയം നബിയുള്ളൂ, വേറെ ഒന്നുമില്ല. അവർ ഓടി മദീനയിലെത്തി മുത്തുനബിയുടെ മുമ്പിലേക്ക് നിവേദനം സമർപ്പിച്ചു. യമാമയുടെ ഭരണാധികാരി വിശ്വസിച്ചത് ഞങ്ങൾ അറിയില്ല, അയാളിപ്പോ ഞങ്ങൾക്കുള്ള ഭക്ഷണം റേഷൻ കട്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് മുഹമ്മദ് ഇടപെടണം. സുമാമത്ത് ബിൻ ആസാലിനെപ്പോഴും മുത്തുനബി വിളിക്കെ. ഇന്നലെ വരെ മക്കക്കാരാക്ഷേപിച്ചത് മുഴുവനും കേട്ടിരുന്ന ഈ അനുഗ്രഹീത പ്രവാചകൻ ആ സുമാമത്ത് ബിൻ ആസാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, സുമാമ, ഒരു ജനതയെ പട്ടിണിക്കിടാൻ നിന്റെ മുഹമ്മദ് നബിയാകുന്ന നേതാവ് നിന്നെ അനുവദിക്കുന്നില്ല. നീ പ്രതിനിധാനം ചെയ്യുന്ന നിലകൊള്ളുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തേക്ക്, ഭക്ഷണം തടയാൻ പാടില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചുവെങ്കിൽ, ഇതാണ് മാതൃകകൾ, ഇതാണ് ജീവിതം. ആ ജീവിതം, ആ ശൈലി, ഇത് നമ്മളും ജീവിതമാക്കിയാൽ, നമ്മൾ പറയല്ല, ഇത് നമ്മൾ ജീവിതമാക്കിയാൽ നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന വേലായുധനും അറിയാതെ ഇസ്ലാമിലേക്ക് കടന്നു വരും. നമ്മളെ വീട്ടിന്റെ മുമ്പിൽ താമസിക്കുന്ന തോമസും ഐസക്കും കുടുംബസമേതം ഇസ്ലാമിലേക്ക് കടന്നു വരും. അതിനെന്ത് വേണം? മുഹമ്മദ് നബിയുടെ ജീവിതം പറയല്ല, അത് പ്രാവർത്തികമാക്കണം, അത് പ്രാവർത്തികമാക്കണം, ജീവിതമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വഫാത്തിന്റെ തൊട്ട് മുമ്പ് പള്ളിയിൽ പോലും വരാൻ വയ്യ, അതിന് മാത്രം നബിത്തങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടില് പോലത്തെ വീട്ടിലിന്റെ ജനവാതിൽ തുറന്നിട്ട് അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാനുള്ള കൽപ്പന നൽകിയതിന് ശേഷം അവർ നിസ്കരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് മുത്തുനബി വഫാത്തിന്റെ തൊട്ട് മുമ്പ് ആ കിളിവാതിലൂടെ പുറത്തേക്ക് പള്ളിയിലേക്ക്, മദീന പള്ളിയിലേക്ക് നോക്കുമ്പോ കണ്ടൊരു കാഴ്ചയുണ്ട്. അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമാണ്. ആ ഇമാമിന്റെ പിന്നിലായി മദീന പള്ളിയിലെ സ്വഹാബത്ത് നിന്ന് നിസ്കരിക്കേ. ആ രംഗം കണ്ടുകൊണ്ട് മുത്തുനബി ചിരിച്ചു. ആ ചിരി സന്തോഷകരമായി നീണ്ടു നിന്നുപോയ ഒരു ചിരിയായിരുന്നു. നബി ചിരിക്കും, പിന്നെ ആ ചിരി കൂടുതലാവുകയും ചെയ്യുന്ന പുഞ്ചിരിക്ക് അപ്പുറത്തേക്ക് പോകുന്ന സന്തോഷത്തിന്റെ ഒരു ചിരി. ആ ചിരി പഠിപ്പിക്കുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്.
എന്താ അർത്ഥം? കുറച്ചു നേരം നോക്കി നിന്ന് പോയി ആ നിസ്കാരത്തെ. എന്തുകൊണ്ട്? 23 സംവത്സര കാലത്തെ ത്യാഗോജ്ജലമായ ജീവിതം ഈ സമുദായത്തിന്റെ ഒത്തൊരുമയ്ക്ക് വേണ്ടിയിട്ട്, ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട്, അറബ് ഭീകരതയുടെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യരെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് മലക്കുകളുടെ പരിശുദ്ധതയിലേക്ക് അപ്പുറം ഉയർത്തിക്കൊണ്ടുവരാൻ ജീവിതത്തിന്റെ രാപ്പകലുകളുടെ വൈജാത്യമില്ലാതെ കഷ്ടപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഉത്തരമായിരുന്നു നബി തങ്ങളാ കണ്ടത്. നൂറ്റാണ്ടുകളായി ഗോത്രവർഗങ്ങൾ പരസ്പരം കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിറങ്ങിയവർ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പിന്നിൽ അണിനിരക്കുമ്പോ അവിടെ മുഹമ്മദ് നബിക്ക് സമാധാനമായി. കാരണം ഞാൻ പോയാലും എനിക്ക് ശേഷം വരുന്ന ഇമാമിന്റെ പിന്നിൽ ഈ സമുദായം ഒത്തൊരുമയോടെ നിലനിൽക്കുമെന്ന സന്തോഷമായിരുന്നു. ആ സമയത്ത് നബി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് ചിരിക്കാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, അതിന് മാത്രം മനുഷ്യരെ ഒരുമയോടെ, സ്നേഹത്തോടെ, സത്യവിശ്വാസത്തിന്റെ സൽപാന്താവിലേക്ക് കൈപിടിച്ചുയർത്തിയ, ലോകത്തെ ഇത്രയും സ്വാധീനിച്ച ഒരു വ്യക്തിത്വം വേറെ ആരുമില്ല, നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ. അതല്ലേ വഫാത്തിന്റെ, അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് സന്തോഷിച്ചിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ആ ഒരു ആത്മീയതയിലൂടെ വിജയത്തിലേക്ക് ഈ മനുഷ്യനെ കൈപിടിച്ചുയർത്താനുള്ള അവിടത്തെ നിയോഗ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ അവസാന നിമിഷം വരെ ത്യാഗത്തിലായിരുന്നു, ത്യാഗത്തിന്റെ പൊരുവയിലത്തായിരുന്നു നബി തങ്ങൾ. അതുകൊണ്ടല്ലേ വഫാത്തിന്റെ നേരത്ത് പോലും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞത്, വഫാത്തിന്റെ ആ രോഗത്തിന്റെ മൂർധന്യതയിലെത്തുമ്പോൾ നബി തങ്ങളുടെ ഒരു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉണ്ട്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഉണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അല്ലാഹുവിന്റെ മുത്തുനബി പെട്ടെന്ന് വാതിൽ ഒരു മുട്ട് കേട്ടപ്പോ ഫാത്തിമ ബീബിയോട് പറഞ്ഞു, വാതിൽ പോയി നോക്കുമോളെ, ആരോ വാതിൽ വന്ന് മുട്ടുന്നുണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹുവിന്റെ വാതിലിന്റെ മുമ്പിലെത്തി, വാതിൽ തുറന്നു, കുറച്ചുനേരം അവിടെ നിന്നു. നബി തങ്ങൾ ചോദിച്ചു, എന്താ പോണെ ഫാത്തിമ, ആരാ വാതിൽ, ആരാ വന്ന് മുട്ടിയത്? ഉടനെ പറഞ്ഞു കൊടുത്തു, സായിറൻ യാബത്ത, ഒരു സന്ദർശകനാണ്. ഞാൻ അയാളോട് പറഞ്ഞു, എന്റെ വാപ്പാക്ക് തീരെ സുഖമില്ല, കുട്ടികളും പറഞ്ഞു, എപ്പോഴെങ്കിലും അസുഖം ഭേദമാകണമെങ്കിൽ അപ്പടി കാണാം, ഇപ്പൊ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെ തിരിച്ചു വിട്ടു വാപ്പ. പക്ഷെ അയാൾ പോണില്ല. അയാൾ അവിടെ നിന്ന് അയാളുടെ ഇമ്മച്ചിമ്മാത്ത കണ്ണുപിടിച്ച് എന്നെ ഇങ്ങനെ തീക്ഷ്ണമായി നോക്കിയപ്പോ എന്റെ മജ്ജയിൽ നിന്ന് എന്റെ പച്ച തോലുകൾ അടർന്നു വീഴുന്നത് പോലെ ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു. നബി ചോദിച്ചു, പൊന്നുമോളെ അത് ആരാന്നറിയോ? ആ വന്ന സന്ദർശകൻ ആരാന്നറിയോ? ഇല്ല വാപ്പ, എനിക്കറിയില്ല. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മോളെ ഭാര്യമാരെ വിധവകളാക്കി കളയുന്ന, ഭർത്താക്കന്മാരെ ഒറ്റപ്പെടുത്തി കളയുന്ന, കരളിന്റെ കൺമണികളാക്കി കൊണ്ട് നടക്കുന്ന മക്കളെ പോലും അടർത്തി കളയുന്ന, ബന്ധങ്ങളെ മുഴുവനെയും തകർത്തെറിഞ്ഞ് ഒറ്റപ്പെടുത്തി കളയുന്ന മരണത്തിന്റെ ദൂതനാകുന്ന അസറായിലാണ്. വാതിൽ തുറക്കുമോളെ. ഇത് കേട്ടപ്പോഴേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉള്ളു പൊട്ടാൻ തുടങ്ങി. കാരണം ബാപ്പയാണ്, ബാപ്പയുടെ മുമ്പിൽ അസറായിലാ വരുന്നത്. ഇത് ചേർത്തി വായിക്കാൻ ഇതിനപ്പുറം ഒന്നുമില്ല. മോള് പോയി വാതിൽ തുറന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ തുറന്നു. വാതിൽ തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഒരു അശരീരി മാത്രമേ ഉള്ളൂ, ഒന്നും കാണുന്നില്ല. ഒരു സുന്ദരമായ സലാം വളരെ ബഹുമാനത്തോടെ കേൾക്കുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ലൻ നുബുവ്വതി വർ-റിസാലതി വൽ മുത്തനബി സലാം അടക്കി നബിത്തങ്ങളുടെ മുമ്പിലെത്തി. അല്ലാഹുവിന്റെ മുത്തനബി കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ ചോദിച്ചു, അല്ല ഇസ്രായേലിലെ ഈ വരവിന്റെ ലക്ഷ്യം എന്താ? മുഹമ്മദ് നബിക്ക് സുഖയില്ലാത്തതിന്റെ പേരിൽ സന്ദർശകരായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്, മലക്കുകളടക്കം. നിങ്ങളും അങ്ങനെ വന്നേണോ? അതല്ല, എന്റെ റൂഹെടുക്കാനുള്ള വരവാണ്. ആ പറഞ്ഞു കൊടുത്തു. ഇന്ന് വരെ അങ്ങനെ ഒരാളെ ഈ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇവിടെ വരുത്തിയിട്ടില്ല അല്ലാഹു. പക്ഷെ അങ്ങയോട്
കരുണയോടുകൂടി, ആർദ്രതയോടുകൂടി, സ്നേഹമസൃണതയോടുകൂടി മാത്രമേ അങ്ങയോട് പെരുമാറാവൂ എന്നുള്ളതാണ് കൽപ്പനയാണ്. അതുകൊണ്ട് അങ്ങ് അനുവദിക്കും, നിങ്ങൾ റൂഹെടുക്കും, ഇല്ലെങ്കിലോ തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചുപോയ പിന്നെ എനിക്ക് എത്ര കാലം ഉണ്ടാവും? അത് നൂഹ നബി ജീവിച്ച കാലം അത്രയും അങ്ങക്ക് ഇവിടെ അള്ളാഹു അവസരം തരും. എന്നാൽ ആ കാലം കഴിഞ്ഞാലോ, ആ കാലം കഴിഞ്ഞാൽ പിന്നെ ഒബ്ജക്ഷൻ ഇല്ല, പിന്നെ വിധേയപ്പെടാതെ തരയില്ല, മരണത്തിന് വിധേയപ്പെടാതെ രക്ഷയില്ല. ആട്ടെ, എനിക്ക് അസ്റായിൽ ജിബ്രീലിനെ കാണണം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാം വരുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാമായിട്ട് കുറെ സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുടെ മുത്തുനബി അസ്റായിലിനോട് പറയുന്നുണ്ട്, അസ്റായിലെ എൻ്റെ റൂഹ പിടിക്കും. അള്ളാഹുടെ മുത്തുനബി അനുവാദം നൽകിയ പ്രിയപ്പെട്ടവരെ, ആ അനുവാദം നൽകിയതോടുകൂടി ഫഖദ് ബലഗൽ ഉമറു മുൻതഹാ, പകലിരുളാൻ തുടങ്ങി, ആകാശം കരയാൻ തയ്യാറെടുക്കാൻ തുടങ്ങി, ഭൂമിയിലെ മന്ദമാരുതൻ പോലും നിശ്ചലമാകാൻ തുടങ്ങി, ആകാശത്തിലെ മലക്കുകൾ പോലും ജിബ്രീലിനോട് കെഞ്ചാൻ തുടങ്ങി. ജിബ്രീലേ, ഇനി എന്തിനാ ഭൂമിയിൽ ഞങ്ങൾക്കൊരു ഇറക്കം? ഇനി വേണ്ട, മുഹമ്മദ് നബി ഇല്ലാത്ത ഭൂമിയിൽ ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് റബ്ബിനോട് പറയണേ, ഇനി ഞങ്ങളെ ഭൂമിയിലേക്ക് അയക്കരുതെന്ന് റബ്ബിനോട് പറയണേ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ശികായത്ത് ബോധിപ്പിക്കുന്നു. മദീന പള്ളിയുടെ ഉള്ളറ മുഴുവനും നൊമ്പരത്തിന്റെ ഒരു നെരിപ്പോടെങ്ങാനും വീണുപോയാൽ അത് ആളിക്കത്തുന്ന വലിയ തീജ്വാലയായി മാറാൻ മാത്രം പർവ്വതീകരിക്കപ്പെട്ട വ്യസനത്തിന്റെ മനസ്സോടുകൂടെ സ്വഹാബത്ത് കൂടുന്നു. അതിനിടയിൽ അവിടത്തെ അനുവാദത്തോടുകൂടി അസ്റായീൽ പരിശുദ്ധ റൂഹൂരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്ദർഭം വിവരിക്കെ, ചുട്ടുകൊള്ളുന്ന ചൂട് പോലെ ആ പരിശുദ്ധമായ നെറ്റിത്തടം ചൂടുപിടിക്കാൻ തുടങ്ങി. വെള്ളത്തിലെ തുണി മുക്കിക്കൊണ്ട് ആ നെറ്റിത്തടത്തിലേക്ക് വെച്ചു കൊടുക്കുന്നു. ആ തുണി പോലും ഉണങ്ങി മാറുന്നു. അസ്റായീൽ വളരെ ആർദ്രതയോടുകൂടി ശറഫ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. മുത്തുനബിയുടെ ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് വരുന്ന എല്ലാ പിഴവുകളും അള്ളാഹു പൊറുക്കുമാറാകട്ടെ. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.